കുറച്ച് സമയം നമ്മൾ പ്രകൃതിയുമായിട്ട് ഒന്ന് ഇണങ്ങാൻ നോക്കുക. അതായത് ഈവനിങ് വാക്ക്, മോർണിംഗ് വാക്ക്, ചെരുപ്പിടാതെ നമ്മൾ പുല്ലിൽ അല്ലെങ്കിൽ മണ്ണിലൊക്കെ ചവിട്ടി നടക്കില്ലേ, അല്ലെങ്കിൽ നമ്മൾ ചെടികൾ ഗാർഡനിങ് ഒക്കെ ചെയ്യുമ്പോൾ അതിനെയൊക്കെ ടച്ച് ചെയ്യില്ലേ. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുന്നത് നമുക്ക് ഒരുപാട് അതൊരു തെറാപ്പി പോലെയാണ്. ചിലർ ഗാർഡനിങ് ചെയ്യുന്നതായിരിക്കും, ചിലർക്ക് ഈവനിങ് വാക്കായിരിക്കും. അങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങളിൽ നിങ്ങൾ ഇൻവോൾവ്ഡ് ആവുക. രാവിലെ എഴുന്നേൽക്കുമ്പോൾ കുറച്ച് സമയം നിങ്ങൾക്ക് വേണ്ടി കൊടുക്കുക. ആ സമയത്ത് വേണമെങ്കിൽ മെഡിറ്റേഷൻ ചെയ്യാം, അല്ലെങ്കിൽ ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ എഴുതാം. അതായത് കുറച്ച് നേരം നമ്മളെ ക്ലെൻസ് ചെയ്യുന്നത് പോലെയാണ്. ആവശ്യമില്ലാത്ത മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ ആവശ്യമില്ലാത്ത കുറേ കാര്യങ്ങൾ ഇല്ലാതാവുകയാണ്. അതായത് ഒട്ടും മെഡിറ്റേഷൻ ചെയ്യാത്ത ആൾ കുറച്ച് നേരം മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ ഇതൊന്നും സംഭവിക്കില്ല. ഈ മെഡിറ്റേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കണം. അല്ലാതെ കുറേ നെഗറ്റീവ് തോട്ട്സും കുറേ പ്രശ്നങ്ങൾ വരുമ്പോൾ അന്നേരം പോയിട്ടല്ല ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി സമയം എടുക്കും അതിലോട്ട് വരാനായിട്ട്. ഇതൊരു ജീവിത രീതിയാക്കുക. നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ എത്രയോ സമയമാണ് വെറുതെ കളയുന്നത്. അപ്പോൾ ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് എങ്കിലും നമ്മൾ മെഡിറ്റേറ്റ് ചെയ്യാനായിട്ട് നോക്കുക. നമ്മളുടെ ഉള്ളിൽ കുറേ തോട്ട്സ് ഇല്ലാണ്ടാവും. ആവശ്യമുള്ള ചിന്തകൾ മാത്രം വരും, ആവശ്യമില്ലാത്തത് പോകും. പലതരത്തിലുള്ള മെഡിറ്റേഷൻ ഉണ്ട്. നമ്മൾ ഭയങ്കര സിമ്പിളായിട്ടുള്ള മെഡിറ്റേഷൻ ചെയ്താൽ മതി, ഭയങ്കര കോംപ്ലിക്കേറ്റഡ് സാധനത്തിലോട്ടൊന്നും പോകണ്ട. അതുപോലെ മെഡിറ്റേഷൻ ചെയ്യാൻ എല്ലാ ആളുകൾക്കും ചെയ്യാൻ പറ്റണമെന്നില്ല. അപ്പോൾ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ എഴുതുക. എൻ്റെ ലൈഫിൽ എന്തെല്ലാം നല്ല കാര്യങ്ങളുണ്ട്. നെഗറ്റീവ് തോട്ട്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആവശ്യമില്ലാത്തതിലോട്ട് ഫോക്കസ് ചെയ്യുന്നതാണല്ലോ. ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് നമ്മളുടെ ലൈഫിലുള്ള നല്ല കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യുന്നതാണ്. ഇനി ജേർണലിംഗ് വേറെ രീതിയിൽ ചെയ്യാം. അതായത് നെഗറ്റീവ് തോട്ട്സ് വരുന്ന സമയത്ത് എന്തൊക്കെ നെഗറ്റീവ് തോട്ട്സ് ആണെന്ന് ഐഡന്റിഫൈ ചെയ്ത് അത് എഴുതുക. കീറിക്കളയുകയോ കത്തിച്ച് കളയുകയോ ചെയ്യാം. ചില ആളുകൾക്ക് ഈ സോഷ്യൽ മീഡിയ അമിതമായിട്ട് യൂസ് ചെയ്യുമ്പോൾ ഒരുപാട് നെഗറ്റീവ് തോട്ട്സ് വരും. അതായത് അതിൽ പല കാര്യങ്ങളും കാണുമ്പോൾ അയ്യോ ഇതൊന്നും എനിക്കില്ലല്ലോ, അതുമായിട്ട് നമ്മൾ പോലും അറിയാതെ കമ്പയർ ചെയ്തിട്ട് ഇതൊന്നും എനിക്കില്ലല്ലോ, എൻ്റെ ലൈഫ് അത്രയ്ക്ക് കളർഫുൾ അല്ലല്ലോ, കുറേ കാര്യങ്ങളായിട്ട് ആവശ്യമില്ലാത്ത ഒരു റിയാലിറ്റിയുമായിട്ട് ബന്ധമില്ലാത്തൊരു ജീവിതമായിരിക്കും ചിലപ്പോൾ ജീവിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആളുകളാണെങ്കിൽ ഈ സോഷ്യൽ മീഡിയയുടെ ടൈം, അതായത് ആവശ്യമില്ലാത്ത ഇൻഫർമേഷൻസ് കൺസ്യൂം ചെയ്യുന്നതൊന്ന് കുറയ്ക്കുക. നമ്മൾ ബോധപൂർവം ഈ സോഷ്യൽ മീഡിയയൊക്കെ നമ്മൾ ബോധപൂർവം ചൂസ് ചെയ്യുക. ഇപ്പം നിങ്ങൾ യൂട്യൂബ് ചാനലാണെങ്കിലും ആവശ്യമുള്ളതും ഇല്ലാത്തതൊക്കെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടായിരിക്കും. നിങ്ങൾക്ക് എന്ത് ഇൻഫർമേഷൻസ് ആണ് നിങ്ങളുടെ ലൈഫിൽ യൂസ്ഫുൾ ആയിട്ടുള്ളത്, അപ്പോൾ അങ്ങനത്തെ യൂട്യൂബ് ചാനൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബാക്കിയൊക്കെ അൺസബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ എല്ലാത്തിൻ്റെയും നോട്ടിഫിക്കേഷൻസ് നിങ്ങൾ ഓൺ ചെയ്തിടണം എന്നില്ല. ആവശ്യമില്ലാത്ത നോട്ടിഫിക്കേഷൻസ് ഒക്കെ ഒന്ന് ഓഫ് ചെയ്തിടുക.